ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഈ സർക്കാരിന്റെ കാലത്തെ പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി പോകാം. ആദ്യം വന്നത് 2022 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ ഉമാ തോമസ് ആണ് സ്ഥാനാർത്ഥിയായി എത്തിയത്. നമുക്കറിയാം പി ടി തോമസിന്റെ നിര്യാണത്തോടു കൂടിയാണ് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് എത്തുന്നത്. എതിർ സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയത് ഡോക്ടർ ജോ ജോസഫ് ആയിരുന്നു. അന്നത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. 2016 ആ സമയത്തെ ഭൂരിപക്ഷമായിട്ട് വന്നത്. 25,016 എന്നുള്ള കണക്കായിരുന്നു അന്നത്തെ ഭൂരിപക്ഷം. ഉമാ തോമസിന്റെ വൻ വിജയമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇനി അടുത്തത് വന്നാൽ 2023 ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തോടു കൂടി എത്തിയതാണ് പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ്. അതിൽ വിജയിച്ചത് അദ്ദേഹത്തിന്റെ മകനായ ചാണ്ടി ഉമ്മൻ തന്നെയായിരുന്നു. LDF സ്ഥാനാർത്ഥിയായിട്ട് എത്തിയത് ഏറ്റവും ശ്രദ്ധേയനായ യുവ നേതാവ് ജേക്സി തോമസ് ആയിരുന്നു. അവിടുത്തെ ഭൂരിപക്ഷം എന്നത് 37,719 ആയിരുന്നു. അടുത്തത് കുറച്ചു കാലം മുൻപ് നമ്മൾ ഏറെ ശ്രദ്ധയോടുകൂടി കണ്ട 2 ഉപതെരഞ്ഞെടുപ്പുകൾ. അതിലൊന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൻ വിജയം നമ്മൾ കണ്ടതാണ്. ഏറെ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിലായിരുന്നു അവിടെ പി സരിൻ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. കോൺഗ്രസ് വിട്ട് പി സരിൻ അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുകയായിരുന്നു. BJP സ്ഥാനാർത്ഥിയായിരുന്നത് C കൃഷ്ണകുമാറാണ്. വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 18,840 ആയിരുന്നു. നമുക്കറിയാം എങ്ങനെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നത് എന്നത്. അതായത് ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടത്, അതിനോടൊപ്പം ചേർത്ത് നമ്മൾ കണ്ടത് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഒപ്പം തന്നെ ചേലക്കരയിൽ നമുക്ക് ഈ പറഞ്ഞത് അറിയാവുന്നതുപോലെ തന്നെ K രാധാകൃഷ്ണനാണ് ലോക്സഭയിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ജയിച്ചത് UR പ്രദീപാണ്. LDF പറഞ്ഞതുപോലെ തന്നെ ആ കോട്ടയെ അവർ കാത്തിരുന്നു. UR പ്രദീപാണ് ജയിച്ചത്. കോൺഗ്രസിന് വേണ്ടി എത്തിയത് രമ്യ ഹരിദാസ് ആയിരുന്നു. അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 12,201 ആയിരുന്നു. അങ്ങനെ LDFന് ഒരു വിജയം ഒരുക്കി കൊടുത്തത് ചേലക്കരയും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വന്നത്. നിലമ്പൂരും ഇതേ രീതിയിൽ തന്നെയാണ്. LDFനെ സംബന്ധിച്ച് അഭിമാനകരമായ പോരാട്ടമാണ്. കാരണം അത് നിലനിർത്തിയേ പറ്റുകയുള്ളൂ. LDFന്റെ സ്ഥാനാർത്ഥി ആര് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാമല്ലേ. ഇങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളും പോകുന്നത്.